നമസ്കാരം. മ്യാൻമാറും ഗാസയും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സഹിച്ചു കഴിയുന്ന രാജ്യം ഇന്ത്യയാണെന്ന അയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവന 100% തള്ളിക്കളയേണ്ടതാണ്. സുന്നികൾ ഭരിക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിൽ ഷിയകളും, ഷിയകൾ ഭരിക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിൽ സുന്നികളും നേരിടുന്ന അത്ര വിവേചനം ലോകത്ത് മറ്റൊരിടത്തും മുസ്ലിങ്ങൾ നേരിടുന്നുണ്ടാകില്ല. സിറിയ എന്ന രാഷ്ട്രം തന്നെ തകർന്നടിഞ്ഞത് നാം കണ്ടു. ഇറാനും ഇറാഖും യുദ്ധം ചെയ്തത് അധികാരത്തിന് വേണ്ടിയായിരുന്നില്ല, ഇസ്ലാമിലെ അപരവിശ്വാസത്തിനെതിരെയായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ 6ാം ക്ലാസ്സിനപ്പുറം പഠിക്കാൻ അനുമതിയില്ലാത്തത് മുസ്ലിം പെൺകുട്ടികൾക്കാണ്. പാകിസ്ഥാനിൽ വളർന്നു വരുന്ന തീവ്രവാദം അതിനെ മറ്റൊരു അഫ്ഗാൻ ആക്കുകയാണ്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അനിശ്ചിതത്വം രാഷ്ട്രീയമായിരുന്നില്ല, ഇസ്ലാമിനുള്ളിലെ പരിവർത്തനവാദികളും മൗലികവാദികളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഇറാൻ പുറപ്പെടുവിക്കുന്ന തീർപ്പുകൾ. ആദ്യമേ തന്നെ പറയാം, ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഒരു വിവേചനവും പീഡനവും നേരിടുന്നില്ല എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നേയില്ല. 2015 ദാദ്രിയിൽ തച്ചുകൊന്ന മുഹമ്മദ് അഖ്ലാഖ് മുതൽ മുസ്ലിം ആണെന്ന് കരുതി ഈ 2024 കൊല്ലപ്പെട്ട ഹരിയാനയിലെ ആര്യൻ വരെയുണ്ട് നമ്മുടെ ചരിത്രത്തിൽ. CAA വിരുദ്ധ സമരം നടത്തിയതിന്റെ പേരിൽ ജയിലിലായി 4 വർഷമായും മോചനം കിട്ടാത്ത ഉമർ ഖാലിദിനെ പോലെ നിരവധി പേരുമുണ്ട് ഇന്ത്യയുടെ ജയിലുകളിൽ. ഇത്തരം വിവേചനങ്ങളൊക്കെ അനീതിയും കൊടിയ ക്രൂരതയുമാണ്. ഇവയൊന്നും തിരുത്തപ്പെടാതെ ഇന്ത്യക്ക് തല ഉയർത്തി നിൽക്കാൻ കഴിയുകയുമില്ല. പക്ഷേ മ്യാൻമാറും ഗാസയും കഴിഞ്ഞ് ഇന്ത്യയെ നിർത്തിയ അയത്തുള്ള അലി ഖമനയി എന്തുകൊണ്ട് അമേരിക്കയിലേക്ക് നോക്കിയില്ല? അവിടെ കഴിഞ്ഞ വർഷം മാത്രം മുസ്ലിങ്ങൾക്കെതിരെ നടന്നത് 861 ആക്രമണങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് പോയ ഷാരൂഖ് ഖാൻ എന്നു പേരുള്ള നടനെ എത്ര വട്ടമാണ് അവിടെ വസ്ത്രമഴിച്ച് പരിശോധിച്ചത്? അമേരിക്കയിൽ ഓരോ മാസവും 500 മുസ്ലിങ്ങളാണ് ആക്രമിക്കപ്പെടുകയോ അധിക്ഷേപിക്കപ്പെടുകയോ ചെയ്യുന്നത്. യൂറോപ്പിൽ, ഫ്രാൻസിലും സ്പെയിനിലും മുസ്ലിങ്ങൾക്ക് മതിയായ പ്രാതിനിധ്യമുണ്ട്. എന്നാൽ പലസ്തീൻ യുദ്ധം ആരംഭിച്ച മാസം മാത്രം ഫ്രഞ്ച് മുസ്ലിം കൗൺസിലിന് പ്രവർത്തനം നിർത്താൻ ആവശ്യപ്പെട്ട് 42 ഭീഷണിക്കത്തുകളാണ് ലഭിച്ചത്. ന്യൂനപക്ഷങ്ങൾക്ക് ജീവിത സുരക്ഷയില്ലാത്ത ആദ്യ 10 രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ന്യൂനപക്ഷങ്ങൾക്ക് ഒരു രക്ഷയുമില്ലാത്ത രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാമത് ഇസ്രയേൽ തന്നെയാണ്. പിന്നെ അസർബൈജാനും റൊമാനിയയും കംബോഡിയയും എൽ സാൽവദോറും ദക്ഷിണ കൊറിയയും. ഇതിനുശേഷമാണ് മ്യാൻമാർ. ബെലാറസിനു പിന്നാലെ ഇറാനുമുണ്ട് ആ പട്ടികയിൽ. മ്യാൻമാർ കഴിഞ്ഞാൽ മൂന്നാമത് കിടക്കുന്നത് ഇന്ത്യയല്ല, ഇറാനാണ്. മികച്ച രാജ്യങ്ങളിൽ സ്വിറ്റ്സർലൻഡും ജപ്പാനും ഫിൻലൻഡും ന്യൂസിലൻഡും, പിന്നാലെ സിംഗപ്പൂരും കാനഡയും സ്വീഡനും ഡെൻമാർക്കും. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഉയ്ഗറുകൾക്കെതിരെ 2017 നടന്ന സിങ് ജിയാങ് കൂട്ടക്കൊലയെങ്കിലും ഇറാൻ ഓർക്കേണ്ടതായിരുന്നു. കൂട്ടക്കൊല മാത്രമല്ല അവിടെ നടന്നത്, അടുത്ത തലമുറ ഉണ്ടാകുന്നത് തടയാൻ പുരുഷന്മാരെയും സ്ത്രീകളെയും പൂർണ്ണമായും വേർപിരിച്ച് താമസിപ്പിച്ചിരിക്കുകയാണ്. 140 കോടി കടന്ന ജനസംഖ്യയുള്ള ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അത് അത്യന്തം അപകടകരമായി മാറും. അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയാണ് ലോകരാഷ്ട്രങ്ങൾ കാണിക്കേണ്ടത്. ഇന്ത്യക്ക് പേർഷ്യ എന്നാൽ ഈ സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. ഹിന്ദുസ്ഥാനി സംഗീതവും സരോദുമൊക്കെ വന്ന വഴിയാണ് അത്. ഇപ്പോൾ ഇറാൻ പരമാധികാരി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് ഈ രാജ്യത്ത് നിലവിലുള്ള സാമൂഹിക അന്തരീക്ഷം കൂടുതൽ വഷളാക്കും. ഇന്ത്യക്ക് ഇറാനുമായി എത്ര ഹാർദമായ ബന്ധമാണ് ഉള്ളത് എന്നതിന് ഇപ്പോൾ നിർമ്മിക്കുന്ന ചബഹാർ തുറമുഖം മാത്രമല്ല ഉദാഹരണം. ഇറാൻ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും കൊടിയ ഉപരോധത്തിന് ഇരയായ കാലത്ത് രക്ഷിക്കാൻ ഇന്ത്യയെ ഉണ്ടായിരുന്നില്ല. കൊടിയ പട്ടിണിയിലേക്ക് പോകുമായിരുന്ന ഇറാന് എത്ര കപ്പൽ ഗോതമ്പാണ് ഇന്ത്യ അയച്ചു നൽകിയത്? അതും അമേരിക്കയുടെ ഉപരോധ ഭീഷണിയെ കൂസാതെ. പകരം പണം നൽകാൻ കഴിയുമായിരുന്നില്ല ഇറാന്, അത് എണ്ണയായി വാങ്ങുകയും ചെയ്തു. ഇന്ത്യ മറ്റു രാജ്യങ്ങളിലേക്ക് ഗോതമ്പ് കയറ്റുമതി അവസാനിപ്പിച്ച കാലത്ത് പോലും ഇറാന് നിർലോഭം ഗോതമ്പ് എത്തുന്നു എന്ന് ഉറപ്പാക്കി. ആ കണക്കുകളൊക്കെ പരസ്പരം പറഞ്ഞു തീർത്തത് ഉപരോധത്തിന് ഇളവ് വന്ന 2018 മാത്രമാണ്. നയതന്ത്രപരമായി മുസ്ലിം രാഷ്ട്രങ്ങളോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ.
അതുകൊണ്ട് ഇന്ത്യ പൂർണ്ണമായും സുരക്ഷിത രാജ്യമാണ് എന്ന് അർത്ഥമാക്കുന്നുമില്ല. ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇന്ത്യയിൽ നടക്കുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ഈ മാർച്ചിൽ ഐക്യരാഷ്ട്ര സംഘടനയും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂനപക്ഷങ്ങളുടെ വസതികൾ തെരഞ്ഞു പിടിച്ച് തകർക്കുന്നു, പലായനം ചെയ്യാൻ നിർബന്ധിതരാക്കുന്നു, മാറ്റി നിർത്തുന്നു, അപഹസിക്കുന്നു തുടങ്ങിയവയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ വിഭാഗം ചൂണ്ടിക്കാണിച്ചത്. 2019 മുതൽ 2024 വരെ 5 വർഷത്തിനിടെ 78 മുന്നറിയിപ്പുകൾ ഐക്യരാഷ്ട്ര സംഘടന ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. 2017 മുതൽ 15 തവണയാണ് ഇന്ത്യയിലെ സ്ഥിതി വിലയിരുത്താൻ നേരിട്ടെത്താൻ ഐക്യരാഷ്ട്ര സംഘടന താൽപര്യം അറിയിച്ചത്. ഇന്ത്യ ഒരു തവണ പോലും അനുമതി നൽകിയില്ല. ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ മുന്നറിയിപ്പുകളെല്ലാം തിരുത്തപ്പെടേണ്ടവയാണ്. ഇവയൊന്നും ആവർത്തിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതും കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം മ്യാൻമാറും ഗാസയും കഴിഞ്ഞാൽ ഇന്ത്യ ആകുമോ? പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ധനം വിൽക്കുന്ന രാജ്യം ഇറാനാണ്. അതിൽ നല്ലൊരു പങ്കും വാങ്ങുന്നത് ഇന്ത്യയും. റഷ്യൻ എണ്ണ കുത്തിയൊഴുകിയിട്ടും ഇറാനിൽ നിന്നുള്ള വാങ്ങലിന് ഇന്ത്യ ഇപ്പോഴും കുറവ് വരുത്തിയിട്ടില്ല. പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നുമുള്ള ഭീകരപ്രവർത്തനത്തെ നേരിടാൻ സംയുക്ത നീക്കം നടത്തുന്ന രാജ്യങ്ങളാണ് ഇന്ത്യയും ഇറാനും. ഈ പറയുന്നത് പോലെ ഇസ്ലാം വിരുദ്ധത ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ ഇറാൻ ഈ കരാറുകൾക്കൊക്കെ തയ്യാറാകുമായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ഒറ്റപ്പെട്ടതല്ല എന്ന് പറയുമ്പോൾ തന്നെ ഭീകരാക്രമണങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന രാജ്യങ്ങളിൽ ഒന്നുമാണ് ഇന്ത്യ. മുംബൈ ഭീകരാക്രമണം മുതൽ ഡസൻ കണക്കിനുണ്ട് എടുത്തു കാണിക്കാൻ. ഇത്തരമൊരു പ്രസ്താവന ഈ രാജ്യത്ത് അനാവശ്യ വിവാദങ്ങൾക്കും ഏറ്റുമുട്ടലുകൾക്കും ഇടവയ്ക്കും എന്നെങ്കിലും ഇറാൻ ഓർക്കേണ്ടതായിരുന്നു. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.